എന്റെ മോൾക്ക് വിശേഷം ഉണ്ടെന്നറിഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാ. നന്നായി. അമ്മയ്ക്കും മകൾക്കിടയിലെ മഞ്ഞുരുകിയല്ലോ. ഇവള് കാണിച്ച ഒന്നും മറക്കാൻ പറ്റില്ല. ഏട്ടൻ മോളിലല്ലേ എടുത്തി? ആ ഉണ്ട്. ഞാനേ ഒന്ന് കണ്ടിട്ട് വരട്ടെ. എടുത്തിയും വാ. കണ്ണേട്ട മഞ്ജു വരുന്ന സമയത്ത് വരാന്തയില് എനിക്കൊപ്പം വന്ന് നോക്കി കണ്ണേട്ടൻ. ഇപ്പൊ അറിയാതെ ആള് പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കുക. അയ്യോ, അതൊന്നും വേണ്ട കണ്ണേട്ടാ. അറിയാലോ ഓരോരുത്തരുടെ സ്വഭാവം. എന്നെ പോലും ഇപ്പൊ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതേ സ്നേഹിക്കാനോ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം തരാനോ അല്ല. എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കരുതി അതിനെ കളയാൻ തന്നെയാ. എന്റെ അമ്മയുടെ സ്വഭാവം ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ അമ്മയ്ക്കൊപ്പം നിന്ന് ഞാൻ ഏട്ടത്തെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയാ എനിക്ക് പിന്നീട് കിട്ടിയത്. മേഘനെ വിവാഹം കഴിക്കരുതെന്ന് തലയിൽ കൈവച്ച ഏട്ടത്തി എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഞാൻ അതിന് പുല്ല് വിലയാ തന്നത്. അതൊന്നും ദൈവങ്ങൾക്ക് മറക്കാൻ പറ്റില്ല ഏട്ടത്തി. സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി നമ്മുടെ സ്വഭാവം മാറ്റാൻ തയ്യാറായാൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും മോളെ. ഇനിയിപ്പോ കഴിഞ്ഞതിനെ പറ്റി ഒന്നും സംസാരിക്കണ്ട. എടോ, അതെടുത്തു കൊടുക്ക. നിന്നെ സാമ്പത്തികമായി സഹായിക്കാന്ന് വെച്ചാ നീ വേണ്ടെന്ന് പറയും. സാഗറിനും നിനക്കും ജോലി തരാന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് രണ്ടാൾക്കും അതിന് സമ്മതമല്ല. ദേ, ഈ സ്വർണം നിനക്ക് വേണ്ടി ഇയാൾ വാങ്ങിവെച്ചതാ. ഇതെങ്കിലും വേണ്ടെന്ന് നീ പറയരുത് മോളെ. അങ്ങനെ പറഞ്ഞാ ഞങ്ങക്ക് വലിയ വിഷമാവും. ദേ, പുതിയ ഫാഷനിലുള്ള സ്വർണ്ണ നമ്മുടെ കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാ. നോക്ക്. ഈ സ്വർണമൊക്കെ കാണുമ്പോ കണ്ണു മഞ്ഞളിച്ചു പോകുന്നൊരു സമയം ഉണ്ടായിരുന്നു എടുത്തി. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. എന്റെയും സാഗരേട്ടന്റെ അവസ്ഥ അങ്ങനെ തന്നെയാ. അറിയാം. അതുകൊണ്ടാ ധൈര്യമായിട്ട് നിനക്കത് ഞങ്ങൾ തരുന്നത്. നിനക്കുള്ള മുതലൊന്നും നിന്റെ ഏട്ടനും ഏട്ടത്തെയും പിടിച്ചു വെക്കില്ല. അതെല്ലാം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അതിനെന്തിനാ മോളെ നീ കരയുന്നേ? ഏട്ടന്റെ ഏട്ടത്തിയുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് ആലോചിക്കുമായിരുന്നു. ഏട്ടത്തെ പോലെ ഒരാൾ തന്നെയാ ഏട്ടന്റെ ജീവിതത്തിലേക്ക് വരേണ്ടത്. ഏട്ടന്റെ നല്ല മനസ്സ് കണ്ടറിഞ്ഞിട്ടാ ഏട്ടത്തിയെ ദൈവം ഏട്ടന്റെ അടുത്ത് എത്തിച്ചത്. എന്നിട്ട് നിങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ എന്റെ അമ്മയും ആങ്ങളെയും കരുണയെടുത്തിയൊക്കെ ശ്രമിച്ചപ്പോ അതിനൊപ്പം നിൽക്കല്ലേ ഞാൻ ചെയ്തത്. അതൊക്കെ ഓർക്കുമ്പോ നല്ല സങ്കടമുണ്ട് എനിക്ക്. കഴിഞ്ഞു പോയതിനെ കുറിച്ചൊന്നും ഓർക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഞങ്ങളുണ്ട്. എന്റെ അമ്മയും അമ്മാവനും ഒക്കെ നല്ലവരായിരുന്നെങ്കിൽ ഇതിനും എത്രയോ മുന്നേ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കേണ്ടതാ. അതുകൊണ്ടിപ്പോ കണ്ടില്ലേ, കണ്ണേട്ടൻ നടന്നു തുടങ്ങിയപ്പോ ഒരാള് വീൽ ചെയറിലായത്. അങ്ങേരാ പിന്നിൽ നിന്ന് അമ്മയ്ക്ക് ഉപദേശങ്ങളൊക്കെ കൊടുത്തോണ്ടിരുന്നത്. സാരമില്ലടി മോളെ, എനിക്കെല്ലാരും സ്നേഹിക്കാനേ അറിയൂ. പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ ആരെയും സ്നേഹിക്കുന്നത്. ഇപ്പോഴും അമ്മാവനുൾപ്പെടെയുള്ളവരുടെ സ്വഭാവം മാറി നല്ല മനുഷ്യരായി ജീവിക്കണമെന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക്. പക്ഷേ അവരെന്തിൻ്റെയൊക്കെയോ പിന്നാലെയാ.
സമ്പത്താണ് എല്ലാത്തിന്റെ അടിസ്ഥാനം എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ അവനെ പറ്റൂ. അത് ഉപദേശിച്ചും ശാസിച്ചും നന്നാക്കുന്നതിലും നല്ലത് അവരുടെ സ്വഭാവം അറിഞ്ഞ് നമ്മൾ ജീവിക്കുന്നതാ. അപ്പോഴേ ടെക്സ്റ്റൈൽസിലെ ജോലി അവസാനിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഞങ്ങൾ ഇട്ടുതരാൻ തയ്യാറാ. അതെ, അതിനെന്ത് പണം മുടക്കാനും ഞങ്ങൾ ഒരുക്കുക. തൽക്കാലം അതൊന്നും വേണ്ട കണ്ണേട്ടാ. വേണ്ടെങ്കി വേണ്ട. പിന്നെ ഇപ്പൊ മഞ്ജു പ്രഗ്നന്റ് ആണെന്ന് മാർക്കോ പറഞ്ഞത് മേഘൻ ഉൾപ്പെടെ നിങ്ങളെ വെറുക്കുന്നവരെല്ലാം ഒന്ന് ഞെട്ടിക്കാനാ. ഇനി അങ്ങനെയല്ലാതെ ശരിക്കും അങ്ങനെ ഒരു വാർത്ത എപ്പോഴാ രണ്ടാളും കേൾപ്പിക്കുന്നെ? എന്നോടല്ല ഏടത്തി ഇപ്പൊ അത് പറയേണ്ടത്. ദേ, കണ്ണേട്ടൻ ഇപ്പൊ നടന്നു തുടങ്ങി കേട്ടോ. ഇനി നിങ്ങൾ രണ്ടാളും ഒരുമിച്ചുള്ള കുടുംബത്തില് കുഞ്ഞുങ്ങൾ വരാൻ വലിയ പ്രയാസമൊന്നുമില്ല. കണ്ണേട്ടൻ മലയ്ക്ക് പോയിട്ട് വന്നാലേ ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടാളും കൂടെ ഒരു ഹണിമൂൺ ട്രിപ്പ് പോണം. എന്നിട്ട് അടിച്ച് പൊളിക്കണം എടുത്തി. ജ്യൂസ് അടിച്ചോ അമ്മേ? ആ, അടിച്ചോണ്ടിരിക്കാം മോളെ. അതിനകത്ത് മിക്സ് ചെയ്യേണ്ട സാധനമൊക്കെ മിക്സ് ചെയ്തില്ലേ? എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി അവള് കുടിച്ചെന്ന് ഉറപ്പ് വരുത്തണം. ഉം. നേരത്തെ സംഭവിച്ചറിയാലോ, ലക്ഷ്മി കുടിക്കേണ്ടതാ ഞാൻ കുടിച്ചത്. അങ്ങനെ അബദ്ധം പറ്റരുത്. ഇല്ല മോളെ, അവള് താഴേക്ക് ഇറങ്ങി വന്നാലേ ഞാൻ ഈ ജ്യൂസ് അവളെ കുടിപ്പിച്ചിരിക്കും. അതിനൊരു മാറ്റവും ഇല്ല. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് പ്രവർത്തിച്ചു തുടങ്ങൂ. മോളെ, ചെറിയ തോതില് വയറ്റിൽ ഒരു ഉരുണ്ടുകയറ്റം വന്നു കഴിഞ്ഞാ പിന്നെ അവള് വീട്ടിലെത്തിക്കഴിഞ്ഞാ അത് കലശലായിക്കോളും മോളെ. പിന്നെ നാളെ മറ്റവന് അവളെ ചുമന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. അവൾ ഇവിടോട്ട് വന്നപ്പോ ആ പിശാചുകാരി അവളുടെ സ്നേഹപ്രകടനം കണ്ടായിരുന്നോ മഞ്ജുവിനോട്? കെട്ടിപ്പുണരുമായിരുന്നു നാത്തൂനെ. എപ്പം മുതലാ ഇത്ര സ്നേഹം തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് കാരണക്കാരൻ മേഘനല്ലേ? അവൻ സാഗറിനെ കഞ്ചാവ് കേസിൽ കുടുക്കി. അവസാനം പ്രതി മേഘനായതോടെ സാഗറിനോടുള്ള കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും ദേഷ്യം തീർന്നു. ഇനിയിപ്പം സാഗറും മോള് പറഞ്ഞതുപോലെ കണ്ണനെ മുതലാക്കുന്നതിന് മുമ്പ് രണ്ടെണ്ണത്തെയും രണ്ട് തട്ടിലാക്കണം. മേഘൻ എത്ര കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞാലും അവൻ നമ്മുടെ വീട്ടിലെ പയ്യനല്ലേ മോളെ. അപ്പോ എന്റെ ആങ്ങളയുടെ മോൻ കമലേശ്വരത്ത് സ്വത്ത് അനുഭവിക്കണമെന്നായിരിക്കുമല്ലോ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാ വേണ്ടത്. മേഘേട്ടനെ പോലൊരാള് നമ്മുടെ കൂടെ തന്നെ നിൽക്കണം. അതുകൊണ്ട് ഒരു കാരണവശാലും അമ്മ മേഘേട്ടനെ തള്ളിക്കളയാൻ പാടില്ല. അതുകൊണ്ടല്ലേ മോളെ അവന്റെ സകല തെറ്റുകളും ഞാൻ ക്ഷമിക്കുന്നത്. ആ, മോക്കെ ജ്യൂസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇനി മോള് പറഞ്ഞതുപോലെ അത് മാറിപ്പോയാലോ? എനിക്ക് വേണ്ട, ഞാൻ കുടിച്ചെന്ന് പറഞ്ഞോളാം. ആ, വരുന്നുണ്ട്. വാ. ദേ മോളെ, എല്ലാ ഫ്രൂട്ട്സും ഒന്നിച്ചിട്ട് അടിച്ചെടുത്ത ജ്യൂസാ. ഇതങ്ങ് കുടിക്കേ. ഈ സമയത്ത് ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളിച്ചെല്ലുന്നത് നല്ലതാ മഞ്ജു, കുടിച്ചോ. വിശ്വസിച്ചു കുടിക്കാവോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, സാഗരേട്ടന്റെ കുഞ്ഞാ എന്റെ വയറ്റിലുള്ളത്. അതുകൊണ്ട് അതിനോട് എത്രത്തോളം താല്പര്യം അമ്മയ്ക്കുണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്ന് വെച്ച് അമ്മ സ്വന്തം പേരക്കുട്ടിയെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. എന്റെ കുഞ്ഞിനെ കളയാനായിരുന്നു ഇവിടെ പലർക്കും ആവേശം. അത് കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്തു. നിന്റെ കുഞ്ഞു പോയെങ്കിലേ അതിന്റെ കാരണം എന്താന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. എന്നെയും കണ്ണേട്ടനേക്കാൾ കൂടുതൽ. അന്ന് അമ്മയുടെ പിറന്നാളായിട്ട്
ഞങ്ങൾ രണ്ടാളും വരുമെന്നറിഞ്ഞാ നീ ഒരു കാരണവശാലും അവിടേക്ക് വരേണ്ടതല്ല. എന്നിട്ട് നീ വന്നു. നിനക്കിഷ്ടമല്ലാത്ത അമ്മയുടെ പിറന്നാളിൽ പങ്കുകൊള്ളാൻ. അതെന്തിനാന്ന് ഞങ്ങക്ക് നല്ല സംശയമുണ്ട്. മോളെ, നീ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിച്ച് വഴക്കിനൊന്നും പോണ്ട. ഈ ജ്യൂസ് കുടിക്കും മോളെ. ഉറപ്പ്, ഇതിനകത്ത് കുഞ്ഞിനെ കളയാൻ പാകത്തിൽ എന്തോ കലർത്തിയിട്ടുണ്ട്. അവിടെ മാർക്കോ ഇങ്ങനൊരു നാടകം കളിച്ചത് നല്ലതാ, ഇവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, കുഞ്ഞുനാള് മുതല് ഞാൻ ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണമാണ് നീ കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണത്തിന് മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ടേസ്റ്റാ. അതുകൊണ്ട് ഉച്ചയ്ക്ക് നിനക്ക് വേണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കിത്തരാം. അത് കഴിഞ്ഞ് ഞാൻ തന്നെ നിന്നെ കൊണ്ടുവിട്ടോളാം. എന്നുവെച്ചാ എന്റെ ജോലി വേറെ ആരും ചെയ്യണ്ട എന്നാ പറഞ്ഞത്. മോള് വാ. കരുണ നിന്റെ അമ്മയെ നോക്കി പുഞ്ചിരിക്കുന്നത് കണ്ടായിരുന്നോ? കണ്ടു. ആ ചിരിയില് ഒരു കൊലച്ചിരിയുണ്ട്. അതെ, മൂക്കിന് സംശയമൊന്നുമില്ലല്ലോ. അവള് ഞാൻ ഉണ്ടാക്കിയ ജ്യൂസ് മൊത്തം കുടിച്ചല്ലോ. ഇത്തവണ അബദ്ധമൊന്നും പറ്റില്ല. അയ്യോ മോളെ, പയ്യെ സംസാരിക്കേ. ഇനി ചതി മനസ്സിലാക്കിയിട്ട് ഇപ്പോഴെങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയാലുണ്ടല്ലോ, ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. എന്നാലും അമ്മ അതിനകത്ത് കലർത്തിയ ഡോസ് വെച്ച് നോക്കുമ്പോ ഇനി എവിടെ പോയാലും രക്ഷയൊന്നും ഇല്ല അമ്മേ. നാൽപ്പത്തൊന്ന് കഴിയുന്നോടെ അവൻ പോവുകളെ മലയ്ക്ക്. അവൻ മാത്രമല്ല, അവനോടൊപ്പം മാർക്കോയും സാഗറും ലോപ്പസും ഉണ്ട്. ആ ലോപ്പസിനെ നമുക്കങ്ങ് വിട്ടേക്കാം. ബാക്കി 3 പേരും ഇനി നമ്മുടെ ശല്യത്തിനുണ്ടാവരുത്. ഇടാ, കണ്ണനെയും മഹാലക്ഷ്മിയും നിയന്ത്രിക്കുന്നത് ഇപ്പോ അയ്യപ്പസ്വാമിയാ. അതുകൊണ്ട് എത്രത്തോളം നമ്മൾ വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. മാർക്കോയെ പോലെ കരുത്തരായ 3 പേരാ അവന്മാർക്കൊപ്പം മല കയറുന്നത്. അങ്കിൾ അന്ന് വെച്ചവന്മാരെ പോലെ കൃത്യം നടത്താതെ പൈസ വാങ്ങുന്നവരല്ല ജാക്സണും കൂട്ടരും. നമ്മൾ പലപ്പോഴും ഇതുപോലെ അമിത ആത്മവിശ്വാസത്തോടെ നല്ല നല്ല വാർത്തകൾ കേൾക്കാൻ വേണ്ടി കാത്തിരുന്നിട്ടുള്ളവരാ. എന്നിട്ട് അതിൻ്റെയൊക്കെ അവസാനം പ്രതീക്ഷ നശിച്ച് ഒരുപാട് കരഞ്ഞിട്ടുമുണ്ട്, ഒരുപാട് നിരാശരായിട്ടുമുണ്ട്. പിന്നെ നിന്നോടൊരു അയ്യപ്പസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു? അവിടെ പോയി ഞാനും അമ്മയും കൂടെ കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും സർവനാശത്തിന് വേണ്ടിയിട്ട് വേണ്ട പൂജയും വഴിപാടും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഫലം കണ്ട നമ്മൾ രക്ഷപ്പെടും. നന്നായിട്ട് പ്രാർത്ഥിച്ചു ഞങ്ങളെ. അവന്റെ കാലിന് നേരിയ ചലനശേഷിയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാ ഇത്ര ധൈര്യത്തോടെ അവൻ മല ചവിട്ടാൻ തീരുമാനിച്ചത്. എല്ലാവരും കൂടി നമ്മളെ പറ്റിക്കാങ്ങളെ. ഒരു സമയത്ത് ചികിത്സ മടുത്തവനാണ് കണ്ണൻ. അതിനുശേഷം ആയുർവേദമൊന്നും അലോപ്പതിയൊന്നൊക്കെ കേൾക്കുന്നതന്നെ അവന് അലർജി ആയിരുന്നു. അങ്ങനെയുള്ളവൻ മഹാലക്ഷ്മിയുടെ പ്രേരണ കൊണ്ട് തോമസ് വൈദ്യന്റെ വീട്ടിൽ പോയത് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം.
എന്നാൽ അവൻ ചികിത്സ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ മാറ്റം ഉണ്ടാവണം മകളെ. എടാ, അങ്ങനെ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിലേ അവൻ അത് എല്ലാരെയും കാണിക്കത്തില്ലേ? അല്ലെങ്കിൽ ലക്ഷ്മി അത് പറഞ്ഞു നടക്കത്തില്ലേ? അവളുടെ ഭർത്താവിന്റെ കാലിന്റെ ചലനശേഷി തിരിച്ചു കിട്ടുന്നത് അവക്ക് സന്തോഷവും അഭിമാനവും ഒക്കെ അല്ലടാ. അതിലുപരി സത്യം പറയുന്നത് അപകടമാണെന്ന് കണ്ണനും മഹാലക്ഷ്മിക്കും തോന്നിയാല് അവര് സത്യം പുറത്തു പറയണമെന്നില്ല. ഇനിയിപ്പോ അതേ പറ്റിയൊന്ന് നമ്മൾ ചിന്തിക്കണ്ടങ്ങളെ. ഈ പകിടകളി ഇവിടെ തീരണം. കണ്ണന്റെ ജന്മമാസത്തിൽ തന്നെ. എന്റെ മോക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു ദിവസം പോലും അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലടാ മേഘ. മഹാലക്ഷ്മിയുടെ കണ്ണിൽ നിന്നും കണ്ണീരിങ്ങനെ പ്രവഹിക്കുന്ന കാണാൻ വേണ്ടിട്ടാ എന്റെ കുഞ്ഞ് കാത്തിരിക്കുന്നത്. അത് കരുണ മാത്രമല്ല, നമ്മളെല്ലാവരും അതിനുവേണ്ടിയല്ല ഞങ്ങളെ കാത്തിരിക്കുന്നത്. നിനക്കറിയാലോ, ആ ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടി ഇഷ്ടം പോലെ പണം ഒഴുക്കുന്നുണ്ട് ഞാൻ. എന്നാലും കുഴപ്പമില്ല, നീ പറയുന്നത് പോലെ നടന്നാ കണ്ണനോടൊപ്പം മല ചവിട്ടുന്ന ആ 3 പിള്ളേർക്കും നീ കൊടുക്കാനുള്ള ബാക്കി തുക ഞാൻ കൊടുക്കും. അവര് കൃത്യം നടത്തിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. അതെ, അങ്കിളിനേക്കാളും അങ്കിളിന്റെ അമ്മയെക്കാളും നഷ്ടം എനിക്കുണ്ടായിട്ടുണ്ട്. കണ്ണന്റെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി വന്നതിന് ശേഷം എന്റെ കുടുംബജീവിതം പോലും ഇല്ലാണ്ടായി. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള യാത്രയല്ല ഞാനിപ്പോ. കണ്ണനും മാർക്കോയും ഇല്ലാതായ പിന്നെ നമ്മൾ കരുത്തരാണങ്ങളെ. അതിനുശേഷം നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കും. അങ്ങനെ നമ്മളും മാലയിടും മല ചവിട്ടാൻ ഈ മകരമാസത്തില്. എന്താങ്ങൾ അങ്ങനല്ലേ? എന്താ സംശയം? ഈ മകരത്തിൽ നിന്നല്ല, ഇനിയുള്ള എല്ലാ മകരത്തിലും മല ചവിട്ടും. പക്ഷേ എന്റെ മോളുടെ കണ്ണീര് തോരണം. നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത് പോലെ ഇനി കണ്ണീരിലായിരിക്കണം മഹാലക്ഷ്മിയുടെ ജീവിതം. അങ്കിൾ എണ്ണിക്കോ, അതിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരിക. പിന്നെ നമുക്കൊരു സംശയമുണ്ടല്ലോ, കണ്ണൻ നടക്കുന്നുണ്ടോന്ന്. അങ്ങനെ അവൻ നടക്കുന്നുണ്ടെങ്കിൽ അങ്കിളെ, മലയ്ക്ക് പോകുന്ന അവനെ പിന്തുടരുന്നവര് നമ്മളോട് പറയും, നടന്നു തുടങ്ങിയ കണ്ണനെയാണ് കൊക്കയിലേക്ക് തള്ളിയിട്ടെന്ന്. ഇവൻ പറയുന്നത് പോലൊക്കെ നടന്നാ മതിയായിരുന്നു. സ്വാമി ശരണമയ്യപ്പ. സന്തോഷിക്കട്ടെ, എല്ലാവരും സന്തോഷിക്കട്ടെ. അതൊക്കെ ഇന്നോ നാളെയോ തന്നെ ഇല്ലാതായിക്കോളും. ഇതെന്താ കയ്യിലൊരു കവറൊക്കെ ആയിട്ട്? ദേ ഇത് കണ്ടോ, എന്റെ ഏട്ടത്തി എനിക്ക് തന്നതാ. ഓ, കല്യാണം കഴിഞ്ഞ ശേഷം ഇവൾക്കൊന്നും കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് ഇവൾക്ക് കൊടുക്കാനായിട്ട് കരുതി വെച്ചിരുന്നതാ. കൊടുക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. കൊടുക്കുന്നത് അതേപടി ഇവളുടെ കയ്യിൽ തന്നെ ഇരുന്നാ മതി.
കുറുക്കൻ കോഴിക്കോട്ടെ കയറുന്നത് കോഴിയെ സ്നേഹിക്കാനല്ലല്ലോ അമ്മേ. ഇവളെ ഒരുത്തൻ കെട്ടിയത് ചിലതൊക്കെ മോഹിച്ചിട്ട് തന്നെയാ. അത് പയ്യെ പയ്യെ ഇവിടെ ഓരോരുത്തരും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ആൾക്കാർ തിരിച്ചറിഞ്ഞ ശേഷമേ ഞാനും ഇയാളും ഒരാളെ സഹായിക്കാറുള്ളൂ, അല്ലാതെ ആർക്കും വാരിക്കോരി കൊടുക്കാറില്ല.